ഹലോ അസ്സലാമലൈക്കും. ഞാനിന്ന് മോൾക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റി ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം അല്ലേ. ഇത് മാക്സിയുടെ കട്ട് പീസാണ് കേട്ടോ. ഞാൻ മാക്സി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വെറൈറ്റി വീഡിയോ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മാക്സിക്ക് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കി കട്ട് പീസ് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു മോഡൽ ഫ്രോക്കുമാണ്, എന്നാൽ അത് സിമ്പിളാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളത് നോക്കാം. അത് ഞാനിത് ബോഡി പാർട്ട് എടുത്തിട്ടുണ്ട്, 2 പീസ് മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് 8 ഇഞ്ചും വെഡ്ത്ത് 7 ഇഞ്ചും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിന് ഞാൻ ഷോൾഡർ 4.5 ഇഞ്ചും അതുപോലെ തന്നെ ആം ഹോളും 4.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. നമുക്കതിന് നേരെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ 4.5 ഇഞ്ചിലേക്ക് ഒന്ന് നേരെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ആ 7 ഇഞ്ച് ഫുള്ള് ഞാൻ എടുക്കുന്നുണ്ട്. അതിന് ശേഷം ആം ഹോളൊന്ന് ചെരിച്ച് വരഞ്ഞു കൊടുക്കാം. പിന്നെ താഴെ വേസ്റ്റ് 6.5 ഇഞ്ചാണ് എടുക്കുന്നത്. അതിനുശേഷം നെക്കിൻ്റെ വെടുത്ത് 2 ഇഞ്ചും ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് 3ഉം ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് 1.5 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഓൾ എന്നുള്ള ആ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് വെക്കുക. എന്നാലേ ഉള്ളൂ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. പിന്നെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുമ്പോൾ ബാക്കിലത്തെ പാർട്ട് മാറ്റി വെക്കാൻ മറക്കരുത് കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് 2 ഭാഗത്ത് നെക്ക് ഇറങ്ങിപ്പോവും. പിന്നെ ബാക്ക് പാർട്ടിന് ഞാൻ ഒരു ഓപ്പൺ കൊടുക്കുന്നുണ്ട്, ബട്ടൺസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബോഡി പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്കാർട്ട് പാർട്ട് നോക്കാം. അതിന് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന തുണി ആയതുകൊണ്ട് അതിനൊരു എഴുത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ. 2 അലക്കൽ കഴിഞ്ഞാൽ അതൊക്കെ പോവും, പ്രശ്നമല്ല. അപ്പോൾ ഞാൻ 2 മടക്കി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്ത് വരുന്നത് 12 ഇഞ്ചും വെടുത്ത് ഒരു തുണി 2 മടക്കിയിട്ടതിന് ശേഷമുള്ള വെടുത്ത് 16 ഇഞ്ചും കേട്ടോ. അപ്പോൾ ഒരു 42 ഉണ്ടാവും. ഒരു പാർട്ടിന് 42 ഉണ്ടാവും. നമുക്ക് എത്ര ഫ്രില്ലായിട്ട് നിൽക്കണോ അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. പിന്നെ ഞാൻ അതിൻ്റെ അടിയിലൊരു ബോർഡ് കൊടുക്കുന്നുണ്ട്. ഈ ബോഡി പാർട്ടിൻ്റെ പീസ് തന്നെയാണ് ഞാൻ ഫ്രോക്കിൻ്റെ അടിയിലൊരു ബോർഡായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ എത്ര സ്കേർട്ടിൻ്റെ പാർട്ട് എടുത്തിട്ടുണ്ടോ അത്രയും വീതി തന്നെ അത്രയും ലെങ്ത്ത് തന്നെ ഇതിന് വേണം കേട്ടോ. അപ്പോൾ ആ തുണിയുടെ വെടുത്ത് എന്ന് പറയുന്നത് 2.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. 2.5 ഇഞ്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം. ആദ്യം നമുക്കതിൻ്റെ ഓപ്പൺ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു കട്ട് പീസ് വെച്ചിട്ട് അത് കൂടെ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഷോൾഡർ 2ഉം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ എൻ്റെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് നെക്കും ആം ഹോളൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ അതും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ക്രോസ് പീസ് മടക്കി വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിരിക്കണത്. അങ്ങനെയാകുമ്പോൾ നമുക്കത് ബാക്കിലേക്ക് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുമ്പോൾ നമുക്കൊരു ഫിനിഷിങ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ എൻ്റെ അതും സ്റ്റിച്ച് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്യാം. അതിന് ഞാൻ ആദ്യം സ്കേർട്ട് പാർട്ടിൻ്റെ ആ ബോർഡ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതിന് നമ്മളെ ഉള്ളിലേക്ക് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഉള്ളിലേക്ക് വരുന്ന ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. ആദ്യം ഞാൻ ബോർഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണത്. അത് കഴിഞ്ഞിട്ട് നമ്മളെ നല്ല വശത്തേക്ക് അത് മടക്കിയെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ അങ്ങനെ അതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വീഡിയോയിൽ കണ്ടാൽ നേരം മനസ്സിലാവും. നമ്മളെ നല്ല വശത്തേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക. അങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം ആ അടിഭാഗത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഒരു പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കുക. മേലെ ഒന്നിങ്ങനെ മടക്കിയിട്ടും ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാ ഭാഗവും അങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നല്ല അടിയിലും മുകളിൽ എന്തായാലും കൊടുക്കണം, അടിയിലും കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഫിനിഷിങ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അടിഭാഗവും മേലെ ഭാഗവും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് മേലെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്, നൂല് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഒരു നൂല് പിടിച്ചിങ്ങനെ വലിച്ചിട്ടാണ് നമ്മളെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി പാർട്ടിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നല്ല വശത്ത് വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 സൈഡിലും ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് പിന്നെ ഈ ഒരു ബോർഡ് വരുന്നതുകൊണ്ട് അടി മടക്കി സ്റ്റിച്ച് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഫ്രോക്കിൻ്റെ 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എല്ലാവരും ഇങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും സ്റ്റിച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എന്ത് അഭിപ്രായമാണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ചീത്തയാണെങ്കിലും നല്ലതാണെങ്കിലും ഒക്കെ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. പിന്നെ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവരോടും അസ്സലാമു അലൈക്കും.